കഴിഞ്ഞ 50 വർഷങ്ങളായി ആഗോള താപനില വളരെ ഉയർന്ന നിരക്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ലോകരാജ്യങ്ങൾ വളരെ ഉയർന്ന തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ തുടങ്ങിയ ഹരിതഗൃഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. അവ ആഗോള താപനിലയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും അടിയന്തരമായി അവയെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം. സൂര്യരശ്മികൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ അതിൽ കുറച്ചു ഭാഗം സ്പേസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ബാക്കിയുള്ള സൗരോർജം ഭൂമിയിലെ കരകളും സമുദ്രങ്ങളും സ്വാംശീകരിക്കുകയും ഭൂമി ചൂടാവുകയും ചെയ്യുന്നു. ഭൂമി വീണ്ടും ഈ താപത്തെ അന്തരീക്ഷത്തിലേക്ക് വികിരണം നടത്തുന്നു. പക്ഷേ ഹരിതഗൃഹ വാതകങ്ങൾ ഇതിൽ കുറച്ചു താപത്തെ അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുകയും ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ചൂട് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോൾ, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗവും വനനശീകരണവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നതിന് കാരണമായി. അങ്ങനെ അന്തരീക്ഷത്തിൽ കൂടുതൽ ചൂട് തടഞ്ഞു നിർത്തപ്പെടുകയും അന്തരീക്ഷ താപം ഉയരുകയും ചെയ്തു. ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് അന്തരീക്ഷ താപം ഉയരുന്നതിൽ കൂടുതൽ പങ്കുവഹിക്കുന്നത്. ആഗോളതലത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്രസരണത്തിന്റെ കണക്ക് നോക്കിയാൽ 1900-ൽ അത് 200 കോടി ടൺ ആയിരുന്നെങ്കിൽ ഇപ്പോഴത് 3700 കോടി ടണ്ണോളമാണ്. 2017-ലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ചൈനയാണ് 1100 കോടി ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പ്രസരണവുമായി ഒന്നാം സ്ഥാനത്തുള്ളത്. അത് ലോകത്തിലെ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് പ്രസരണത്തിന്റെ 29% വരും. 14% യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രണ്ടാമതും 7% ഇന്ത്യ മൂന്നാമതുമുണ്ട്. പക്ഷേ നാളിതുവരെയുള്ള മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് പ്രസരണത്തിന്റെ കണക്ക് നോക്കിയാൽ 40,000 കോടി ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പ്രസരണവുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ചൈന രണ്ടാം സ്ഥാനത്തും റഷ്യ മൂന്നാം സ്ഥാനത്തുമാണ്. 1850 മുതൽ 2019 വരെ അന്തരീക്ഷത്തിന്റെ ശരാശരി താപനിലയിൽ 1.1 ഡിഗ്രി സെൽഷ്യസിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. വികസിത മനുഷ്യ സമൂഹമാകാനുള്ള യാത്രയിൽ നാം വ്യവസായത്തിനും ഗതാഗതത്തിനും ദൈനംദിന ജീവിതാവശ്യങ്ങൾക്കും വേണ്ടി ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുകയും ഹരിതഗൃഹ വാതകങ്ങളുടെ പ്രസരണം കൂട്ടുകയും ചെയ്തു. പക്ഷേ ഇതിന്റെ ദൂരവ്യാപക ഫലങ്ങൾ ജലത്തിനും ഭക്ഷണത്തിനുമുള്ള ലഭ്യത കുറവ്, അടിക്കടിയുണ്ടാകുന്ന തീവ്രമായ പ്രകൃതി ദുരന്തങ്ങൾ, അതുമൂലമുണ്ടാകുന്ന അഭയാർത്ഥി പ്രവാഹങ്ങൾ ഇവയെല്ലാമാണ്. അതിനുള്ള പരിഹാരം ചെലവ് കുറഞ്ഞ രീതിയിൽ പ്രകൃതിക്കിണങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നതാണ്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇത്തരത്തിൽ ആഗോള താപനത്തെ നേരിടുന്നതിന് ലോകത്തിന്റെ മൊത്തം GDP-യുടെ 1% ചെലവഴിക്കണമെന്നാണ്. പക്ഷേ ഇപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് 2050 ആകുമ്പോഴേക്കും 20% വരെയാകാം. ഇതിനുവേണ്ടി എല്ലാ ലോകരാജ്യങ്ങളും ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ യുവതലമുറയ്ക്ക് ഈ മേഖലയിൽ പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ സംഭാവന ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നതിനായി ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. എങ്കിൽ മാത്രമേ 2050 ആകുമ്പോഴേക്കും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താനും അങ്ങനെ ആഗോള താപനത്തെ നമുക്ക് നേരിടാനും സാധിക്കും. ശാസ്ത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കൂ.